കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയിൽ മോചിതനായപ്പോൾ ജയിലിന് പുറത്ത് സ്വീകരണമൊരുക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. കോട്ടയം ജില്ലാ ജയിലിന് മുമ്പിലാണ് സംഭവം. ഒരു മാസം മുന്നേ കൈക്കൂലി കേസിൽ ചേർത്തലയിൽ നിന്ന് അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ബിജു ഇവിടെ റിമാൻഡിൽ കഴിയുകയായിരുന്നു. 37 വർഷത്തെ സർവീസുള്ള KG ബിജു ഇതിനു മുമ്പ് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടാക്കിയിട്ടുള്ള ആളല്ല എന്ന് സ്വീകരിക്കാനെത്തിയവർ പറഞ്ഞു. കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ഇവരുടെ പക്ഷം. സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ, ചേർത്തല മുഴുവനുണ്ട്. ഇനി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ നിയമം നോക്കിയിട്ടല്ലേ. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അമൽ, ഇതിപ്പോൾ ഇത്രയും ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ലോ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്താ ശരിക്കും അതിൻ്റെ കാര്യം? സനീഷ്, ജനുവരി 30-ാം തീയതിയാണ് KG ബിജുവിനെ ചേർത്തലയിൽ നിന്ന് വസതിയിൽ നിന്ന് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. 2600 രൂപ ചേർത്തലയിൽ തന്നെയുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കൈക്കൂലിയായി കൈപ്പറ്റി എന്നൊരു ആരോപണമായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ മുതൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും വസ്തുതാ വിരുദ്ധമാണെന്നും തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി കേസിൽ കുടുക്കിയതാണെന്നുമുള്ള വാദം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പ്രതികളായിട്ടുള്ള കേസിൽ കർശനമായ നിലപാടെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് KG ബിജു എന്നാണ് ഇപ്പോൾ സ്വീകരിക്കാനെത്തിയ ആളുകളടക്കം പറയുന്നത്. ചേർത്തലയിൽ നിന്ന് ഒരു വലിയ ബസ്സും മറ്റ് ചില കാറുകളും അടക്കം ഉള്ള വാഹനങ്ങളിലാണ് നിരവധിയായ ആളുകൾ കോട്ടയം ജയിലിന് മുന്നിൽ, ജില്ലാ ജയിലിന് മുന്നിൽ എത്തിയത്. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങുകയായിരുന്നു. വളരെ വികാരധീനനായിട്ടാണ് ഈ ഒരു ആൾക്കൂട്ടത്തോട് അദ്ദേഹം സംവദിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ, അതായത് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്നതിന് ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ളവരെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് യൂണിയന്റെ ഭാഗമായിട്ടുള്ളവരെയും ഓട്ടോ തൊഴിലാളികളായിട്ടുള്ളവരെയും അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും നടത്തിയിരുന്നു. ഇതിനെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇവരെ വിളിച്ച് താക്കീത് ചെയ്യുന്ന നടപടി പോലും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും ഇപ്പോൾ സ്വീകരണത്തിനെത്തിയ ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ KG ബിജുവിന്റെ മകൾ അടക്കമുള്ളവർ തന്റെ അച്ഛനെ കുടുക്കിയതാണ് എന്നൊരു വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. ഏതായാലും വിജിലൻസ് കേസ് ഇദ്ദേഹം 2600 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് തന്നെയാണ്. 37 വർഷത്തെ സർവീസാണ് ഇദ്ദേഹത്തിന് ഇതുവരെയുള്ളത്. ഈ വരുന്ന മെയ് മാസത്തിൽ ഇദ്ദേഹം റിട്ടയർമെന്റിന് അർഹനാകുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ അടക്കം ഇദ്ദേഹത്തിന് തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടാകാനുള്ള ഇടയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വീകരണം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നാണ് സ്വീകരിക്കാൻ എത്തിയ ആളുകൾ പറയുന്നത്. ഏതായാലും വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെയും ഈ സംഭവത്തിൽ ലഭ്യമായിട്ടില്ല. സനീഷ്.